പഠിക്കുന്നുണ്ടോ? എൻ്റെ 2 മക്കൾ പഠിച്ചു. അറിയാൻ കഴിയും. വേനലവധിക്ക് വീടണഞ്ഞവരാണ്. വീണ്ടും ഒന്നിക്കാമെന്ന വാക്കു പറഞ്ഞ് പിരിഞ്ഞവർ. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മുഖത്ത് ചിരിമാഞ്ഞിരിക്കും. കലങ്ങിയ കണ്ണുകളിൽ ഇരുൾ നിറയും. ഷക്കീല ടീച്ചർ അറിയണതാണ്. പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു. പഠിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റിയ ടീച്ചർമാർ. എന്ത് ചെയ്യാ, വിധി അങ്ങനെ ആയിപ്പോയില്ല. എപ്പോഴും എൻ്റെ അടുത്ത് വരുവേ, വർത്തമാനമൊക്കെ പോയി കണ്ടാണ്. അതൊരു മാസ്റ്ററുണ്ട്, മജീദ് മാഷ് കുട്ടികൾ. മാഷ് നിങ്ങൾക്ക് എത്ര കുട്ടികളെ? മാഷ് പറയും എൻ്റെ കുട്ടികൾ നിങ്ങൾ തന്നെയാണ്. അക്ഷരത്തിന്റെ ആദ്യ പാഠം പകർന്നു തന്ന അധ്യാപകരെ കുരുന്നുകൾ ഇനിയും നെഞ്ചേറ്റും. അവശേഷിപ്പിച്ച സ്നേഹവും കരുതലും ഓർമ്മകളിൽ എന്നും ഉണ്ടാകും. ടീച്ചറിന്റെ പേരെന്താ? ഷക്കീല. കണ്ടോ ടീച്ചറെ? ഇനി പാങ്ങ് സ്കൂളിൽ അധ്യാപകരായി ബാക്കിയുള്ളത് LP വിഭാഗത്തിലെ ഹസ്നത്തും KG വിഭാഗത്തിലെ യശോദ, റസീന എന്നിവരും മാത്രമാണ്. ഹജ്ജ് തീർത്ഥാടനമുള്ളതിനാൽ ഹസ്നത്ത് അധ്യാപക സംഘത്തിനൊപ്പം പോയിരുന്നില്ല. ഞങ്ങൾക്ക് ഇത്ര സൈക്കിളില്ല. അപ്പൊ വീട്ടുകാരുടെ അവസ്ഥ എന്താവും? ആരും ഒന്നും കഴിഞ്ഞു മുഴുവൻ മക്കളെ ഒന്നും സെറ്റിലായിട്ടൊന്നും ഇല്ല. ഒക്കെ പഠിക്കണ കുട്ടികളാണ് എല്ലാവർക്കും. ഒരു ടീം ഒന്നായിട്ടാണ് നഷ്ടപ്പെട്ടത് നമുക്ക്. സ്കൂളിലെ പ്യൂൺ ഗോപാലനും സഹപ്രവർത്തകരുടെ വിയോഗമുണ്ടാക്കിയ മുറിവിൽ നിന്ന് മുക്തനായിട്ടില്ല. യാത്രയ്ക്ക് പോകാൻ എന്നെ ക്ഷണിച്ചിരുന്നു, എന്നെ വൈഫിനും ക്ഷണിച്ചിരുന്നു. നമ്മൾ കുടുംബസമ്മ പോയിട്ട് വരാം, പോരുമെന്നൊക്കെ എന്നോട് വളരെയധികം പറഞ്ഞതാണ്. അപ്പം ഞാനതിന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഒഴിഞ്ഞതാണ്. വേദനയും നഷ്ടപ്പെടലും നിറഞ്ഞ ഈ കാലവും കടന്നുപോകും. അവർ ഇനിയും സ്കൂൾ അങ്കണത്തിൽ പൂത്തുനിൽക്കും. മഴയായി പെയ്തിറങ്ങും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.